അങ്ങനെ കൃത്യം ഒരാഴ്ചയോളമായിട്ടുണ്ട് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18.2.1 അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ട്. അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ യൂസേജിന് ശേഷമുള്ള എൻ്റെ ഒരു ഫോളോ അപ്പ് റിവ്യൂവും അതോടൊപ്പം നമ്മൾ അപ്ഡേറ്റ് വീഡിയോ 18.2.1ൻ്റെ അപ്ഡേറ്റ് വീഡിയോയുടെ കമൻസിൽ ഞാൻ ചെക്ക് ചെയ്തപ്പം കൂടുതലും കമൻറ്റുകൾ വന്നിരിക്കുന്നത് ബാറ്ററി ഡ്രെയിനിങ്, ബാറ്ററി ഓവർ ഹീറ്റിംഗ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ്, ബഗ്ഗുകൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണാതെ വന്ന് കമൻറ്റ് ഇടുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ നേരിടുന്ന പല പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം കമൻറ്റ് ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇനി 18.2.1ൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രീവിയസ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെനിക്കൊരു പെർഫോമൻസ് വൈസ്, അല്ലെങ്കിൽ പെർഫോമൻസ് മീൻസ് ഡിവൈസിൻ്റെ ഓവറോൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെൻഡറിങ് ചെയ്യുന്ന കാര്യത്തിലോ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലോ അങ്ങനത്തെ ഉള്ള ഇഷ്യൂസോ കംപ്ലൈൻറ്റുകളോ അല്ലാതെ അവിടെ ഇവിടെയും കുറച്ച് ഗ്ലിച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കോൾ ചെയ്യുന്ന ടൈമിലാണ്. അതായത് നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ചെവിയിൽ നിന്ന് ഫോൺ എടുത്ത് ഡിസ്പ്ലേ നോക്കിയാൽ ബ്ലാക്ക് ഔട്ടായിട്ട്, ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നതാണ് മിക്ക സമയത്ത് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നടത്തിയിട്ടുള്ള കോളുകളിൽ ഒരു 80% ടൈമിലും ഈ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇത് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോഴായിരിക്കാം ബ്ലാക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇങ്ങനെ 2 തവണയൊക്കെ ടാപ്പ് ചെയ്ത് കൊടുത്താലായിരിക്കും വേക്ക് അപ്പ് ആവുന്നത്. അല്ലാത്ത ടൈമിൽ നമ്മളിപ്പോൾ കോൾ കട്ട് ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഡിസ്പ്ലേ ബ്ലാക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ പവർ ബട്ടണിൽ പ്രസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഡിസ്പ്ലേ വേക്ക് ചെയ്യേണ്ടി വരും മാനുവലി. സോ അതൊരു ബഗ്ഗാണ്, ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബഗ്ഗാണ്. ഇതിന് മുന്നത്തെ ഒരു അപ്ഡേറ്റിൽ പോലും ഞാൻ ഈ ഇതുപോലത്തെ ഒരു ബഗ് ഫേസ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ സിമിലർ ബഗ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ കരുതിയത് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്താൽ ശരിയാകും എന്നാണ്. പക്ഷേ റീസ്റ്റാർട്ട് ഞാൻ ചെയ്ത് നോക്കി, എന്നാലും ഇതേ സെയിം ഇഷ്യൂ പിന്നീട് റീക്രിയേറ്റ് ആകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. അതൊഴിച്ച് നിർത്തിയാൽ ബാക്കി പെർഫോമൻസ് വൈസ് എല്ലാം പക്കയാണ്. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ മറ്റ് ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 100% വർക്കിംഗ് ആണ്, എഫിഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ക്യാമറയുടെ കാര്യത്തിലും മറ്റ് ആപ്ലിക്കേഷൻസ് യൂസേജിൻ്റെ കാര്യത്തിലുമൊക്കെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും പെർഫോമൻസ് വൈസ് സൈഡിൽ എനിക്ക് പറയാനില്ല. ഇനി രണ്ടാമത്തെ മേജർ കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. പ്രീവിയസ് 18.2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സ്ലൈറ്റ്ലി ലോവർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ആണ് എനിക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് 2 അപ്ഡേറ്റ് ആയിട്ടുള്ള 18.1, 18.1.1 അപ്ഡേറ്റ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. ഈ സെയിം അപ്ഡേറ്റ് ഞാൻ 14 പ്രോയിലും റൺ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒപ്പം തന്നെ 15 പ്രോയിലും ഞാൻ സെയിം അപ്ഡേറ്റ് റൺ ചെയ്യുന്നുണ്ട്. അതിലും ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ആണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് 18.2.1 അപ്ഡേറ്റിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി കമൻസിൽ വന്നിരിക്കുന്ന മറ്റുള്ള ഇഷ്യൂസ്, പ്രോബ്ലംസ്, അതിനുള്ള സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ബാറ്ററി, ഈ ഒരു ചാർജിങ്, ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അത് മിക്ക ഡിവൈസുകളിലും 12, 13, 14, 15, 16 സീരീസിലെല്ലാം ഈ ഒരു സെയിം ഇഷ്യൂസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ പല യൂസേഴ്സും റേസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു അപ്ഡേറ്റ് കഴിഞ്ഞാലും അത് ഇനിയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, ഓരോ അപ്ഡേറ്റിന് ശേഷവും ഈ ഒരു ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് കൂടുതലായിരിക്കും. കാരണം അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി ഇൻഡെക്സിങ്, ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി കൺസ്യൂം ചെയ്യും. സോ ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ 100% ഉണ്ട്. സൈക്കിൾ കൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം, 112 ആണ്. ഇനി ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന മറ്റ് കുറച്ച് കാര്യങ്ങളിലേക്ക് വരുമ്പം പലരും കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ്, ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും റണ്ണായി ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടോ? ഒരിക്കലും ആപ്പിൾ ഇൻ്റലിജൻസ് ബാക്ക്ഗ്രൗണ്ടിൽ യാതൊരു കാര്യവും ചെയ്യുന്നില്ല. ബാക്കി എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് പോലെ തന്നെ ഒരു ഫീച്ചറാണ്. അത് ഓൺ ഡിവൈസ് ആണ് കൂടുതൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ്ങും കൂടുന്നു, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ റീസൺ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. രണ്ടാമത്, നമ്മളുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ നമുക്ക് ലൊക്കേഷൻ സർവീസസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഇത് എനേബിൾ ചെയ്യുന്നതുകൊണ്ട് ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഡ്രെയിൻ ആവുമോ? തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്താൽ ബാറ്ററി കൺസംഷൻ കൂടും. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ, ലൊക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു കാലത്തും നമ്മൾ ഡിസേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. പകരം എവിടെയാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് വരുത്തേണ്ടത് എന്ന് വെച്ചാൽ, ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ്, ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസിനകത്ത് ഓൾവേസ് എന്ന് കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിട്ട് വൈൽ യൂസിങ് എന്നുള്ളാക്കുക. ഇനി ആവശ്യമില്ലാത്ത, അതായത് ലൊക്കേഷൻ സർവീസസ് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിന് നെവർ എന്ന് കൊടുക്കുക. ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. രണ്ടാമത് സിസ്റ്റം സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, തീരെ നിവർത്തിയില്ല അല്ലെങ്കിൽ ബാറ്ററി നല്ല രീതിയിൽ ഡ്രെയിൻ ആകുന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ജനറലിൽ പോവുക, റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചെയ്താൽ ആദ്യം അത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ കാണിച്ചു തന്ന സെറ്റിങ്സ് നിങ്ങൾ മാറ്റിയിടുക. രണ്ടാമത്തെ കാര്യമാണ് ചാർജിങ് ലിമിറ്റ്. ഇതിൽ 85%-ലാണോ 90 ആണോ 95%-ലാണോ വെക്കേണ്ടത് എന്നുള്ള സംശയം മിക്കവർക്കും ഉണ്ട്. അവിടെ നമ്മൾ വേണം ആ ഒരു തീരുമാനം എടുക്കാൻ. കാരണം നമ്മളുടെ യൂസേജ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ഒരു പകൽ മുഴുവൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസേജ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഫോൺ എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 95%-ൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതല്ല, കോളേജ്, സ്കൂൾ അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഫോൺ യൂസേജ് ഇല്ലാത്തൊരു മേഖലയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 85-ഓ 90-ഓ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുൾ 100% നമ്മൾ ലിമിറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിമിറ്റ് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ചാർജിങ് ലിമിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മിക്കപ്പോഴും കേൾക്കുന്ന മറ്റൊരു കംപ്ലയിൻ്റ് ആണ്, ഞാൻ സെറ്റ് ചെയ്ത ലിമിറ്റ് എന്ന് പറയുന്നത് 90% ആണ് അല്ലെങ്കിൽ 95% ആണ്, പക്ഷേ ഡിവൈസ് ചാർജ് ആയി വന്നപ്പോൾ 100% എത്തി എന്നുള്ളത്. അതൊരു കംപ്ലയിൻറ്റോ ഇഷ്യൂ ഒന്നുമല്ല, ബഗ്ഗോ കാര്യങ്ങളോ അല്ല. ഇത് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ താഴെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഈവൻ ദോ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫുൾ ചാർജ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പം വളരെ റെയറായിട്ടായിരിക്കാം അത് സംഭവിക്കുന്നത്, ഫ്രീക്വൻ്റ്ലി സംഭവിക്കത്തില്ല. അതായത് എപ്പോഴും നിങ്ങൾ ചാർജിങ്സിന് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും 100% ചാർജ് ആകത്തില്ല. വല്ലപ്പോഴും അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അത് 100% ചാർജ് ചെയ്തേക്കാം. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, അത് കംപ്ലയിൻറ്റോ ഇഷ്യൂവോ ഒന്നുമല്ല. ഇതിലെ മൂന്നാമത്തെ കാര്യം, സെല്ലുലാർ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൾ ഡ്രോപ്പ് ആകുന്നത്. ഓട്ടോമാറ്റിക്കലി കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ ഡ്രോപ്പായി പോവുക. സോ ഈ ഒരു ഇഷ്യൂ കുറേയധികം യൂസേഴ്സ്, ഞാനും ഇത് നേരിട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ ഒരു കോൾ ഡ്രോപ്പ് ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെറ്റിങ്സ് ചാനൽസ് ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റിനകത്ത് പോയിട്ട് നമ്മൾ ആദ്യം ചെയ്ത റീസെറ്റ് ഓൾ സെറ്റിങ്സിന് പകരം നിങ്ങൾ താഴെ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കാണാം. ഇത് ചെയ്യുമ്പം നെറ്റ്വർക്ക് ബന്ധപ്പെട്ട എല്ലാ സെറ്റിങ്സും റീസെറ്റ് ആവും. സോ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചതുപോലെ തന്നെ നിങ്ങളാക്കണം. അതിൽ നമ്മുടെ 5G ഓപ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി വന്നേക്കാം. സോ അത് നിങ്ങൾ തിരിച്ച് അതുപോലെ തന്നെ ചെയ്തിട്ടാൽ മതി. എന്നിട്ടും നിങ്ങൾക്ക് ഈ കോൾ ഡ്രോപ്പ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വേറൊരു സിമ്മ്, ഇപ്പം ജിയോ ആണ് എയർടെലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ വേറൊരു സിമ്മ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്തിട്ട് കോൾ വിളിച്ച് നോക്കുമ്പോൾ ഇതേ കോൾ ഡ്രോപ്പ് ഇഷ്യൂ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് കോൾ ഡ്രോപ്പ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സിമ്മുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഇഷ്യൂ ആണ്. സോ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് ചെയ്തിട്ടും പ്രോബ്ലം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ, നിങ്ങളുടെ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്യുക. അതിനാദ്യം നിങ്ങൾ ഡിവൈസിലുള്ള യൂസർ ഡാറ്റ സകലതും ബാക്കപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് iTunes ഉപയോഗിച്ചോ അല്ലെങ്കിൽ 3U ടൂൾസ് ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി നമ്മൾ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡാറ്റ ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഒന്ന് റീസ്റ്റോർ ചെയ്യുക. ഇനി അങ്ങനെ ചെയ്തിട്ടും നിങ്ങളുടെ ഡിവൈസിന് ഈ ഒരു ഇഷ്യൂ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാർഡ്വെയർ ലെവലിലുള്ള പ്രോബ്ലം ആകാനാണ് ചാൻസസ്. അത് നിങ്ങളുടെ നെറ്റ്വർക്ക് ബേസ് ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയർ ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഹാർഡ്വെയർ ചെയ്യുന്ന ഷോപ്പുകളിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് കൂടുതലും യൂസേഴ്സ് പറഞ്ഞ മറ്റൊരു കംപ്ലയിൻ്റ് ആണ് ക്യാമറ. അതിപ്പം എല്ലാ മോഡൽസിൻ്റെയും കംപ്ലയിൻറ്റുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. പലരും പറഞ്ഞിരിക്കുന്ന കാര്യം, ഫോട്ടോ എടുക്കുമ്പം ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നോയിസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഈ ക്യാമറ ആംഗിൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമുക്കിവിടെ കാണാം 1x 2x 5x, ഇത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീന് നിങ്ങൾ മിഡിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ച്വലി ഡിജിറ്റൽ സൂമിംഗ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സ് ഇവിടെ കൂടുതലായിരിക്കും. ലെൻസിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ അടുത്ത ലെൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഡിജിറ്റൽ സൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നോയ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഈ ഒരു 3x ഫോട്ടോ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നോയ്സ് വരുന്നത് എന്നുള്ളത്. അതിൻ്റെ കാര്യം അത് ഡിജിറ്റൽ ക്രോപ്പിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സൂമാണ് ചെയ്തത്. അതുകൊണ്ടാണ് നോയ്സ് അവിടെ കൂടുതൽ വരുന്നത്. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ നോർമലി ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാമറ പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂ ആണ്, സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. അത് നിങ്ങൾക്ക് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ആയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് iOS 18.2.1 പറ്റിയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.